അങ്ങനെ നമ്മുടെ ഹരീഷ് ഭാസ്കരനോട് കുറേ ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ കാരണമാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ആയത്, ഞങ്ങളുടെയൊക്കെ ജീവിതം ഇങ്ങനെ ആയത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുക ഹരീഷ്, അച്ഛൻ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് ദോശയൊക്കെ കൊടുക്കുന്നുണ്ട്. ദോശയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഹരീഷ് ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഭാസ്കരന് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഈ ദോശയും വേണ്ട ഒന്നും വേണ്ട, എനിക്ക് പുറത്ത് പോയാൽ നല്ല ദോശ കിട്ടും, എനിക്ക് എൻ്റെ ഉണക്ക ദോശ വേണ്ട എന്ന് പറഞ്ഞിട്ട് നീട്ട് പോകുന്നുണ്ട് ഭാസ്കരൻ ദേഷ്യപ്പെട്ടിട്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഭാസ്കരൻ ചായ കുടിക്കാതിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഗംഗാധരൻ വരുന്നുണ്ട്. ഗംഗാധരൻ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു ചായ വേണമെന്ന് പറയുന്നത്. ആ സമയത്ത് ഭാസ്കരൻ പറഞ്ഞു, ഞാനാണ് ആദ്യം ചോദിച്ചത്, എനിക്കാണ് ആദ്യം തരേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ചായക്കടക്കാരൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾക്ക് രണ്ടാൾക്ക് ഞാൻ ഒപ്പം തരാം, നിങ്ങളൊന്ന് തമ്മിൽ തല്ലാതെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാൾക്കും ഒപ്പം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ആ കടയിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് 2 പാക്കറ്റ് ബിസ്ക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് കടക്കാരൻ കൊടുക്കുന്ന സമയത്ത് ആ കടക്കാരൻ ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷേ നിൻ്റെ വീട്ടിലെ പെണ്ണ് തെറ്റിപ്പോയി എന്നൊക്കെ കേട്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഗംഗാധരൻ പറയാം, എങ്ങനെ തെറ്റിപ്പോവാതിരിക്കുക, ആ കുട്ടി ഇത്രയും ദിവസം ആ വീട്ടിൽ ജീവിച്ചത് തന്നെ അത്ഭുതം, എന്തൊക്കെയായിരുന്നു നിങ്ങൾ വലിയ റിസപ്ഷൻ ചെയ്യണു, എന്തൊക്കെ കാട്ടിക്കൂട്ടിയപ്പോൾ എന്താ പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് ഏട്ടൻ ഒന്നും പറയാതെ ബിസ്ക്കറ്റും വാങ്ങി പോകുന്നുണ്ട്. ഭാസ്കരനാണെങ്കിൽ ഒട്ടും സഹിക്കില്ല. അവൻ മറുപടി പറഞ്ഞിട്ട് ഞാൻ നിനക്ക് മറുപടി പറഞ്ഞുതരാടാ, ഇങ്ങട് വാന്ന് പറഞ്ഞിട്ട് മെല്ലെ നമ്മുടെ ഗംഗാധരനെ അവിടെ കൊണ്ടുപോയിട്ട് പറയുന്നത്, നിൻ്റെ മരുവളെ എൻ്റെ മകൻ്റെ അടുത്ത് തലേ ദിവസം വന്നിട്ട് അവൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാനിവിടെ പറയട്ടെ, അപ്പം എൻ്റെ മരുവളുടെ ജീവിതം എന്താവും ഞാൻ ഇവിടെ കാണിച്ചു തരാം, ഞാൻ ഇവിടെ പറയണമെന്നോ നടു റോട്ടിൽ നിന്ന് പറയണമെന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ഗംഗാധരയെ ഒന്നും വേണ്ട പറഞ്ഞിട്ട് മെല്ലെ പോകുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ സുധീഷ് നിധിയുടെ ഹോസ്റ്റലിൽ പോയിട്ട് ബലൂണിൽ സോറി എന്നൊക്കെ എഴുതിയിട്ട് മേലേക്ക് പറപ്പിക്കുന്നുണ്ട്. അവളുടെ റൂമിൻ്റെ പുറത്ത് വന്നിട്ട് ജനലിൻ്റെ പുറത്ത് ഇതൊക്കെ സോറി എന്നൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ നിധിക്ക് ദേഷ്യം വന്നിട്ട് താഴെ വന്നിട്ട് നമ്മുടെ സുധീഷിനോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഈ കോപ്രാഠ്യങ്ങളൊക്കെ നിർത്തിക്കൂടെ, എനിക്ക് ഇനിയും കൂടുതൽ ദേഷ്യം വരിക എന്നല്ലാതെ എനിക്കൊന്നും തോന്നണില്ല എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മൾ സുധീഷ് കാല് പിടിച്ച് പറയുന്നുണ്ട്, എന്നോടൊന്ന് ക്ഷമിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് അപ്പോഴേക്ക് എല്ലാവരും ഹോസ്റ്റലിൽ നിന്നൊക്കെ താഴെ വന്ന് കൂടുന്നുണ്ട്. എന്നിട്ട് പറയേണ്ട ആ കുട്ടികളോടൊക്കെ പറയുന്നുണ്ട്, ഇവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുമോ, എന്നോട് ക്ഷമിക്കുക, ഞാൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കാൻ പറയുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുധീഷ് പോകുന്നുണ്ട്. എന്തായാലും നിധിയോട് എല്ലാവരും പറയണ്ടേ, എന്തിനാ ഇപ്പം ഇങ്ങനെ ദേഷ്യം പറഞ്ഞ്, നിങ്ങളെ റിലേറ്റീവ് എന്നല്ല പറഞ്ഞ് ഒന്ന് ക്ഷമിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരിങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ നിധിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. പിറ്റേ ദിവസം നിധി ജോലിക്ക് പോകേണ്ട ഓഫീസിൽ പോയി എത്തിയ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ വിളിക്കുന്നുണ്ട്. എന്നിട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട് നിധിയോട്, മോളെ എങ്ങനെയുണ്ട് ഹോസ്റ്റലിൽ, നിന്നെ അവിടെ എത്തിയിട്ട് ഞാൻ നിന്നെ വിളിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് വിളിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം സുഖമായിരിക്കുന്നുണ്ട് സുഭാഷ് ഏട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ എല്ലാവർക്കും സുഖമല്ലേ ചോദിക്കുന്നുണ്ട് നമ്മുടെ സുഭാഷിനോട്. ആ സുഭാഷ് ഏട്ടൻ പറഞ്ഞ് എല്ലാവർക്കും സുഖമാണ് മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഇങ്ങനെ വിചാരിക്കേണ്ട, അത് നിൻ്റെ വീടാണ്, നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു വിളി, അപ്പുറത്ത് ഞാനുണ്ട്, എന്നെ വിളിക്കാൻ ഒരു മടിയും കരുതണ്ട കേട്ടോ മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നിൻ്റെ ഏട്ടനല്ലേ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നിധിക്ക് വല്ലാത്ത വിഷമമൊക്കെ ആവേണ്ടത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.